നമുക്ക് നമ്മളെ സേമിയ പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു നോൺ സ്റ്റിക്ക് കടായി അടുപ്പിൽ വെക്കുക, അത് ചൂടാക്കുക. അപ്പോൾ നമ്മുടെ പാത്രം ചൂടായിട്ടുണ്ട്. നമുക്കതിലോട്ട് 1.5 ടേബിൾ സ്പൂണോളം, ഇതാണ് കേട്ടോ എൻ്റെ ടേബിൾ സ്പൂൺ. ഒരാൾ എന്നോട് ചോദിച്ചില്ലേ, ചോദിച്ചാൾക്ക് മനസ്സിലായിണ്ടാവും. അപ്പോൾ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന ടേബിൾ സ്പൂണിൻ്റെ അളവ്. അപ്പോൾ ഇതിൽ ഞാനൊരു 1.5 ടേബിൾ സ്പൂണോളം നെയ്യിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് ഞാനിപ്പോൾ എൻ്റെ കൈയിൻ്റെ അളവ് 2.5 കൈ അളവാണ് എടുത്തിരിക്കുന്നത്. 240 ml ഗ്ലാസ്സിൽ 1 ഗ്ലാസ് അളവാണ് ഞാൻ സേമിയ എടുത്തിരിക്കുന്നത്. ആ സേമിയ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം മാത്രം സേമിയ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത് ഞാൻ മീഡിയം തിക്നെസ് ഉള്ള സേമിയയാണ് വാങ്ങിച്ചിരിക്കുന്നത്. പല ടൈപ്പിൽ നമുക്ക് സേമിയ അവൈലബിൾ ആണ്. ഭയങ്കര തിക്കായിട്ടുള്ള വലിയതായിട്ടുള്ള സേമിയ കാണാൻ പറ്റും, അതേപോലെ തന്നെ വളരെ നൈസായിട്ടുള്ള സേമിയ കാണാൻ പറ്റും നിങ്ങൾക്ക് മാർക്കറ്റിൽ. അപ്പം ഞാനിതൊരു മീഡിയം തിക്നെസ് ആയിട്ടുള്ള സേമിയയാണ് വാങ്ങിച്ചേക്കുന്നത്. നീളത്തിലുള്ള സേമിയയില്ലേ, പാസ്തയുടെ പോലുള്ള ആ നീളത്തിലുള്ള സേമിയ വാങ്ങിച്ചിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയാലും മതി. ഇതിപ്പോൾ ഇങ്ങനെ അവൈലബിൾ ആയതുകൊണ്ട് ഞാൻ ഇതാണ് വാങ്ങിച്ചേക്കുന്നത്. അപ്പോൾ 1.5 ടേബിൾ സ്പൂണോ, ഒരു നെയ്യിൻ്റെ അളവ് നിങ്ങൾക്ക് മാറ്റം വരുത്താം. നെയ്യ് അധികം ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണോ കുറച്ചിട്ടാലും മതി. അപ്പോൾ 1.5 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാനിപ്പോൾ ഇട്ടേക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ നെയ്യ് വേറെ ആഡ് ചെയ്യുന്നില്ലല്ലോ, ജസ്റ്റ് കാഷ്നട്ട് ഫ്രൈ ചെയ്യാൻ മാത്രം കുറച്ച് നെയ്യേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നെയ്യിൻ്റെ മണം ഇഷ്ടമില്ലാത്തവർ കുറച്ച് മാത്രം യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം മാത്രം ഫ്രൈ ചെയ്യാൻ പാടുള്ളൂ, കാരണം പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും. അതിനെപ്പോഴും സൂക്ഷിച്ച് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത്. ഇതിലൊരു വൈറ്റ് കളർ വരാൻ തുടങ്ങും. ഇപ്പം നമ്മൾ യെല്ലോയിഷ് കളറല്ലേ, ആ യെല്ലോയിഷ് കളറിൻ്റെ അത് കൂടെ ഇങ്ങനെ വൈറ്റ് ആയിട്ട് കളർ ചേഞ്ചസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് ഫുള്ളായിട്ട് വൈറ്റ് ആവുന്ന സമയത്ത് നമ്മളത് റിമൂവ് ചെയ്യണം. ചൂടോടുകൂടി റിമൂവ് ചെയ്യുന്നാലും ഇരുന്നിട്ട് തന്നെ ആ പ്ലേറ്റിൽ വെച്ചിട്ട് തന്നെ വീണ്ടും ഒന്ന് മൂക്കും ഈ സാധനം. അതുകൊണ്ട് നമ്മൾ നോക്കിയിരിക്കണം. ഈ സേമിയയ്ക്ക് ഒരു യെല്ലോയിഷ് കളർ കുറച്ച് കൂടുതലാണ് കേട്ടോ സാധാരണ സേമിയോ കിട്ടുന്നേക്കാളും. അപ്പോൾ നിങ്ങൾക്ക് ഏത് സേമിയോയുടെ ബ്രാൻഡാണ് ഇഷ്ടം അത് വാങ്ങിച്ചോളൂ. ഒരുപാട് തിക്ക് ഉള്ളത് വാങ്ങിക്കാതിരിക്കണം ഏറ്റവും ബെസ്റ്റ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിക്നെസ് പാലൊക്കെ കുറുകുന്ന സമയത്ത് ഒരുപാട് അങ്ങ് കുറുകി പോവും, പിന്നെ ഒരു പുഡിംഗ് സ്റ്റൈലായിട്ട് മാറും. ഇത് ഏകദേശം ആവാറായി തുടങ്ങിയിട്ടുണ്ട്, കളർ ചേഞ്ചസ് വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, കാരണം ഈ മഞ്ഞ ഷെയ്ഡ് ആയതുകൊണ്ടേ. നമ്മുടെ സേമിയ ആയിട്ടുണ്ട് കേട്ടോ. ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് പെട്ടെന്ന് തന്നെ, അല്ലെങ്കിൽ സംഭവം കരിഞ്ഞു പോവും. ഇതാണ് പരുവം. അപ്പോൾ ഇത് നന്നായി കളറൊക്കെ മാറി വന്നിട്ടുണ്ട്, ഫ്രൈ ആയിട്ടുണ്ട്. അതേസമയം കരിഞ്ഞിട്ടുമില്ല. കരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പായസത്തിന് ടേസ്റ്റ് ഉണ്ടാവില്ല, അതേപോലെ തന്നെ അതിന് കാണാനും നന്നായിട്ടുണ്ടാവില്ല. അപ്പോൾ ഇത് മാറ്റി വെക്കുക. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ പാത്രം എടുക്കുക. ഞാൻ നോൺ സ്റ്റിക്ക് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വലിയ കുക്കർ ഉണ്ടെങ്കിൽ അതെടുത്താലും മതിയാവും. ആ പാത്രത്തിലോട്ട് നമുക്ക് 2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ കൂടെ 1 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരുമിച്ച് തിളയ്ക്കണം. ഇത് ഒരു 10-20 മിനിറ്റ് നന്നായി ബോയിൽ ചെയ്യുന്ന സമയത്താണ് നമ്മൾ ബാക്കി വഴറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ സേമിയോ ഇടാൻ പോകുന്നത്. 2 ലിറ്ററിൻ്റെ പാൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ 1 ലിറ്ററിൻ്റെ വെള്ളം ഒഴിക്കും. ഇനി ഇതിപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇനി ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അതേസമയം തന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ കൂടെ ഞാൻ കുറച്ച് ചവ്വരി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് കുറച്ച് മാത്രം മതി, അല്ലെങ്കിൽ ഒരുപാടായി കഴിഞ്ഞാൽ പായസം ഭയങ്കര തിക്നെസ് കൂടിപ്പോവും, അത് ഒരു രസം ഉണ്ടാവില്ല കഴിക്കാൻ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മാത്രം നമുക്ക് ചവ്വരി എടുത്തിട്ട് ഒന്ന് കഴുകിയതിന് ശേഷം നമുക്കത് കുക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ചവ്വരി എടുത്തിട്ടുണ്ട്. ഈ മണി പോലുള്ള സാധനങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. ഈ ചവ്വരി ഞാനൊരു 1/4 ഗ്ലാസ് എടുത്തിട്ടുള്ളൂ, കുറച്ച് മതി, നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇതുണ്ടെങ്കിൽ ഒരു രസം ഭംഗി ഉണ്ടാവും, ഇങ്ങനെ ബോൾ പോലെ കിടക്കുന്നത് കാണാൻ, അത്രേ ഉള്ളൂ. ഉണ്ടെങ്കിൽ ഉപയോഗിക്കുക, അല്ലെങ്കിൽ വേണ്ട, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇത് ഞാൻ പിള്ളേർക്ക് ഇഷ്ടമുള്ള കാരണം ആഡ് ചെയ്യുന്നുണ്ട്. ഒരു ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് അതിന് ശേഷം നമ്മളൊരു കുക്കറിലോട്ട് ഇട്ടതിന് ശേഷം അതിൽ ഒരു ഗ്ലാസ് വെള്ളം, അളവ് ഗ്ലാസ്സിൽ തന്നെ 1 ഗ്ലാസ് വെള്ളം. അപ്പോൾ കുക്കറിൽ ചെയ്യുമ്പോൾ പെട്ടെന്ന് അങ്ങ് വെന്ത് കിട്ടും. നമ്മളെല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ സമയം എടുക്കും. അപ്പോൾ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഞാൻ. എന്നിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 1 വിസിൽ വെച്ചിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ പാല് ചൂടായി വരുന്നുണ്ട്. ഇത് നോൺ സ്റ്റിക്കാന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഇളക്കാതെ വിടരുത് കേട്ടോ. നോൺ സ്റ്റിക്ക് ആണെങ്കിലും താഴെ പിടിക്കും. കുറച്ച് നേരം ഇളക്കാതിരുന്ന് ഇളക്കുമ്പോൾ താഴേന്ന് ഇങ്ങനെ നല്ല കറുത്ത കളറിൽ പാട പോലെ ഇങ്ങനെ താഴെ പിടിച്ചിട്ടുണ്ടാകും. അതിങ്ങനെ മുകളിലോട്ട് വരാൻ തുടങ്ങും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. നോൺ സ്റ്റിക്ക് ആണെങ്കിലും അടി പിടിക്കും. അപ്പോൾ ഇത് നന്നായി തിളക്കട്ടെ. ഒരു 10-15 മിനിറ്റ് നന്നായി തിളക്കണം. ഇപ്പോൾ നമ്മുടെ പാല് നന്നായി തിളച്ചിട്ടുണ്ട്. തിളച്ചിട്ട് മാത്രമല്ല, ഒരു 1/2 ലിറ്ററോളം വെള്ളം വറ്റിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലോട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാരയുടെ അളവ് സത്യം പറഞ്ഞാൽ ഞാൻ ഇതുവരെ അളന്ന് നോക്കിയിട്ടില്ല. എൻ്റെ ഒരു കൈ അളവിനെ എപ്പോഴും ഇടാറ്. അപ്പോൾ ഞാനിപ്പോൾ നോക്കട്ടെ, എന്നിട്ട് ഞാൻ കറക്റ്റ് അളവ് ഞാൻ അവസാനം പറയാം കേട്ടോ. നമ്മൾ വീഡിയോ പിടിക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ അളവ് നോക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ചുമ്മാ എടുത്ത് ഇടുക ചെയ്യാം. 7 ടേബിൾ സ്പൂണോളം ഞാനിപ്പോൾ ഇട്ടിട്ടുണ്ട്. ഞാൻ നോക്കട്ടെ. എന്നിട്ട് പിന്നെ നമുക്ക് ഇനി വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അത് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. പിന്നെ ഒരു കാര്യം എപ്പോഴും ഓർമ്മിക്കുക, നമ്മൾ മധുരത്തിൻ്റെ എന്തുണ്ടാക്കുകയാണെങ്കിലും
ഒരു നുള്ളു ഉപ്പിടാൻ മറക്കരുത്. സ്വീറ്റ്നെസ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പിടുന്നത്. അപ്പോൾ ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുക. ഒരുപാട് ഇടരുത് കേട്ടോ, അപ്പോൾ പായസത്തിൽ ഉപ്പറിയും. അല്പം ഉപ്പ് ചേർക്കാൻ പാടുള്ളൂ. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ പാല് തിളപ്പിക്കുമ്പോൾ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം ഇടയ്ക്കിടയ്ക്ക്. അഥവാ നിങ്ങൾക്ക് ഇളക്കാൻ പെട്ടെന്ന് വിട്ടുപോയി ഒരു ഫോൺ കോൾ വരെ അങ്ങനെ പെട്ടെന്ന് അങ്ങ് പോവുകയാണെങ്കിൽ വന്ന് നോക്കുമ്പോൾ കുറച്ച് അടി പിടിച്ചെന്ന് തോന്നുകയാണെങ്കിൽ ഒന്നും പേടിക്കണ്ട. ജസ്റ്റ് ഒരു അരിപ്പയിൽ കൂടെ ഈ പാലങ്ങ് അരിച്ചെടുത്തിട്ട് ഈ പാത്രം നന്നായി കഴുകിയതിന് ശേഷം വീണ്ടും അടുപ്പത്ത് വെച്ചിട്ട് ആ പാലിലേക്ക് ഒഴിച്ചാൽ മതി. അപ്പോൾ അടിയിൽ പിടിച്ചതൊക്കെ നമ്മളെ ഇത് അരിപ്പയിലോട്ട് വന്നിട്ടുണ്ടാവും. പിന്നെ പാത്രം കഴുകുമ്പോൾ എല്ലാം പോകുമല്ലോ. അപ്പോൾ ഇളക്കി കഴിഞ്ഞാൽ അതിൻ്റെ സ്മെല്ല് പാലിലോട്ട് വ്യാപിക്കും. അതുകൊണ്ട് ഇളക്കാണ്ട് തന്നെ അരിച്ചിട്ട് വീണ്ടും ഇതുപോലെ തന്നെ ആക്കിയാൽ മതി. എനിക്ക് പലപ്പോഴും പറ്റിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ മധുരം നോക്കട്ടെ. ഞാൻ മധുരം എപ്പോൾ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ, മധുരം പോരാന്നുണ്ടെങ്കിൽ. ഇന്നൊരു 3 ടേബിൾ സ്പൂണും കൂടെ ആഡ് ചെയ്യാൻ പോകുന്നുണ്ട്. മൊത്തം ഞാൻ 10 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് തൽക്കാലം. പിന്നെ നോക്കിയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ 1 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ 1/2 ലിറ്റർ വെള്ളമാണ് വറ്റിയേക്കുന്നത്. വീണ്ടും ഉള്ള 1/2 ലിറ്റർ വെള്ളവും അല്പം കൂടെ പാലും കൂടെ വറ്റണം. അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടുക. അപ്പോൾ നമ്മളുടെ വറുത്ത് വെച്ചിരിക്കുന്ന സേമിയയും കൂടെ ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. പാല് കൂടുതലുള്ള കാരണം ഇത്ര സമയം എടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പായസം റെഡിയാവും. ഇപ്പോൾ 1 ലിറ്ററൊക്കെ ആണെങ്കിൽ 1/2 ലിറ്റർ വെള്ളം ഉപയോഗിച്ചാൽ മതിയാവും. അതേസമയം നിങ്ങൾ യൂസ് ചെയ്യുന്നത് സ്കിംഡ് മിൽക്ക് ആണെങ്കിൽ, ഇത് ഫുൾ ഫാറ്റ് മിൽക്കാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഫാറ്റ് ഇല്ലാത്ത മിൽക്കാണെങ്കിൽ വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നില്ല. ആ പാലിൽ തന്നെ ചെയ്താൽ മതി. അപ്പോൾ 3 ലിറ്റർ പാല് യൂസ് ചെയ്യുക. എന്നിട്ട് 1 ലിറ്ററോളം നമ്മൾ വറ്റിച്ച് കൊടുക്കുക. ഇനി ഇതിൽ കിടന്ന് തിളക്കട്ടെ. അപ്പോൾ നമുക്കതിലോട്ട് ഒരു 5-6 ഏലക്കായ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് ഇങ്ങനെ പൊളിച്ചാൽ മതി. കുരുവൊന്നും അതിൽ നിന്ന് വിടർത്തണ്ട. എന്നിട്ട് അത് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഏലക്കായുടെ പൊടി ഇട്ടാലും മതി. പക്ഷേ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിതങ്ങ് എടുത്ത് കളയും പായസം റെഡിയാക്കി കഴിഞ്ഞാൽ. അല്ലെങ്കിൽ ഇവിടെ പിള്ളേർക്ക് ഇഷ്ടമില്ല പായസത്തിൽ ഏലക്കായ കടിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്ലേവർ നല്ലോണം ഇറങ്ങിയതിന് ശേഷം നമുക്കതങ്ങ് എടുത്ത് കളയാം. അപ്പോൾ ഇതിൽ നന്നായി കിടന്ന് തിളക്കട്ടെ. ഇപ്പോൾ തന്നെ സേമിയ ഏകദേശം പാതി വേവായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ കിടന്ന് ഒരു 10 മിനിറ്റോളം ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കങ്ങ് അടച്ചു വെക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചോളൂ കേട്ടോ. ഇത്ര വെള്ളം ഉള്ളതും അങ്ങ് വറ്റിയിട്ടുണ്ടാവും. ഇതിപ്പോൾ ഒരു പാതി വേവായില്ലേ, ആ സമയത്ത് നമ്മുടെ ചവരി ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു വിസിലിൽ അത് വെന്ത് നല്ല മണി പോലെ ആയിട്ടുണ്ട്. ഇതങ്ങ് ഇതിലോട്ടങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പം ഇത് കിടന്ന് വേവട്ടെ. സേമിയ വിട്ടല്ലോ, ഇനിയിപ്പോൾ അടി പിടിക്കില്ല. അപ്പോൾ അത് ബാക്കി എന്തെങ്കിലും പണികളുണ്ടെങ്കിൽ അത് ചെയ്തോളൂ. ഇടയ്ക്കൊന്ന് സൈഡിൽ കൂടെ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതിയാവും. ഞാനൊന്ന് മധുരം നോക്കട്ടെ. 10 പോരാ. അപ്പോൾ മൊത്തത്തിൽ ഞാൻ 14 ടേബിൾ സ്പൂൺ ആയി ഇപ്പോൾ പഞ്ചസാര ഇടുന്നത്. ഞാൻ പറഞ്ഞില്ലേ, പഞ്ചസാരയുടെ അളവ് ഞാൻ ഇതുവരെ മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. എപ്പോഴും ആദ്യം കുറച്ചിട്ടതിന് ശേഷം വേണമെങ്കിൽ നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ പായസം കുടിക്കാനേ പറ്റില്ല. സേമിയ പായസത്തിൻ്റെ കൂടെ ചിലവർ വാനില എസൻസ് ചേർക്കാറുണ്ട്. അതുപോലെ തന്നെ ചിലവർ റോസിൻ്റെ വാട്ടർ ചേർക്കാറുണ്ട്. പക്ഷെ അതൊന്നും എനിക്കെന്തോ വലിയ താല്പര്യം തോന്നിയിട്ടില്ല. ഏലക്കായയുടെ തന്നെയാണ് എപ്പോഴും നല്ല നാടൻ സേമിയ പായസത്തിന് ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അഥവാ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏലക്കായ ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ വാനിലയോ റോസ് വാട്ടറോ എന്താണെന്ന് വെച്ചാൽ ആഡ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇതങ്ങ് മാറ്റി വെക്കാൻ പോവാണ്. ഓഫ് ചെയ്തു. ഞാൻ അപ്പുറത്തെ അടുപ്പിലോട്ട് മാറ്റി ഇത് അടച്ച് ടൈറ്റായിട്ട് അടച്ചു വെക്കുക. അപ്പം ഹാഫ് കുക്ക്ഡാണ് നമ്മുടെ വെർമിസില്ലി. ഇനി ഇരിക്കുന്ന സമയം കൊണ്ട് ബാക്കിയും കൂടെ വെർമിസില്ലി അങ്ങ് വെന്തോളും. അപ്പോഴേക്കിനും കൺസിസ്റ്റൻസിയും കറക്റ്റ് ആയിക്കോളും. ഇപ്പോൾ നല്ല വെള്ളം പോലെ ഇരിക്കുന്നുണ്ട്, പക്ഷെ തണുക്കുമ്പോൾ പാകത്തിനുള്ള കൺസിസ്റ്റൻസി വരും പായസത്തിന് കേട്ടോ. നമുക്ക് മറ്റേ അടുപ്പിലോട്ട് മാറ്റിയിട്ട് അടച്ചു വയ്ക്കാം. അപ്പോൾ നമ്മുടെ പായസത്തിലേക്ക് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് വറുത്തിടാം. അതിന് വേണ്ടിയിട്ട് അല്പം മാത്രം നെയ്യ് ഒഴിച്ചാൽ മതി. അപ്പോൾ ഇതിലോട്ട് ഞാൻ അണ്ടിപ്പരിപ്പ് ചെറുതായി നുറുക്കി വെച്ചതാണ്, അത് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വേണം എപ്പോഴും അണ്ടിപ്പരിപ്പ് വറുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് അതങ്ങ് കരിഞ്ഞു പോവും. അതേസമയം അത് ഉള്ളിലോട്ടൊന്നും ആയിട്ടുണ്ടാവില്ല. നമ്മുടെ അണ്ടിപ്പരിപ്പ് ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട്. പായസം നമ്മൾ ഇരുന്ന് കറക്റ്റ് പരിവായിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ മുകളിലുള്ള പാട മാത്രം ഒന്ന് ഒരു അരിപ്പയിലോട്ട് അങ്ങ് അരിച്ചു കൊടുക്കുക. പാട കഴിക്കാൻ വലിയ സുഖം ഉണ്ടാവില്ല, പിള്ളേർക്കൊന്നും ഒട്ടും ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ പാട മാത്രം മുകളിലേക്ക് ഈ അരിപ്പയിൽ കൂടെ അങ്ങ് അരിച്ച്, പിന്നെ ഞാൻ ഏലക്കായൊക്കെ റിമൂവ് ചെയ്യുന്നുണ്ട്. അരിച്ചു കഴിഞ്ഞാൽ പാല് താഴോട്ട് വീണോളും, പക്ഷേ ഏലക്കായ നമ്മുടെ ഇതിലോട്ട് അങ്ങ് കിടന്നോളും. അപ്പോൾ ഏലക്കായ കടിക്കണ്ട. അപ്പോൾ പായസം ഞാനങ്ങ് മുകളിലത്തെ പാട മുഴുവനും അരിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് ചേർത്തങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൽ കിസ്മിസും കൂടെ, അതായത് ഉണക്കമുന്തിരിയും കൂടെ ചേർക്കാം. ഞാനിവിടെ ചേർക്കുന്നില്ല. അണ്ടിപ്പരിപ്പ് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ ആയിക്കോളൂ.
ഞാൻ അത്ര എടുത്തിട്ടില്ല, ഒരു 10 അണ്ടിപ്പരിപ്പോളം എടുത്തിട്ടുള്ളൂ. ഇനി കുറച്ചും കൂടെ ഇരുന്ന് തണുക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച അതേ കൺസിസ്റ്റൻസി വരും. പായസം ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞു. ഇത് കൺസിസ്റ്റൻസി കണ്ട തണുത്തപ്പോൾ ഈ കൺസിസ്റ്റൻസിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. കട്ടയായിട്ടില്ല, പക്ഷെ നല്ല തണുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ അളവ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനേക്കാളും കൂടുതൽ ലൂസ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതിനേക്കാളും മുന്നായിട്ട് ഇറക്കി വെച്ചാലും മതിയാവും. ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം, താങ്ക് യു.